ഊർജ്ജസ്വലമായ ഒരു ഗ്രാമത്തിൽ ഇഷിത എന്ന പേരുള്ള ഒരു സെൻഗുരു തൻ്റെ ആത്മാർത്ഥ വിദ്യാർത്ഥിയായ രവിയുമായി അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. പുരാതന ബോധിവൃക്ഷത്തിൻ്റെ ഇലകളിലൂടെ സൂര്യപ്രകാശം പതിച്ചപ്പോൾ ആന്തരിക ഐക്യത്തെ തകർക്കുന്ന ചില ശീലങ്ങൾ ഒഴിവാക്കി യഥാർത്ഥ ആകർഷണത്തിലേക്കുള്ള പാതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ മാസ്റ്റർ ഇഷിത പങ്കുവയ്ക്കാൻ തുടങ്ങി. രവി മാസ്റ്റർ ഇഷിത തുടങ്ങി. യഥാർത്ഥ ആകർഷണം കേവലം ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ളതല്ല, ഒരു യോജിപ്പുള്ള ആത്മാവിൽ നിന്നാണ്. ഈ ഐക്യത്തെ തകർക്കുകയും യഥാർത്ഥ ആകർഷണം പൂവിടുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന 7 ശീലങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ കഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. പഠിക്കാൻ ജിജ്ഞാസയും ആകാംക്ഷയുമുള്ള രവി ഉടൻ വെളിപ്പെടാൻ പോകുന്ന കാലാതീതമായ ജ്ഞാനം ഉൾക്കൊള്ളാൻ തയ്യാറായി ബോധിവൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്നു. സുമന്റെ ഹൃദയത്തിൽ ദേവിക എന്നൊരു യുവതി ജീവിച്ചിരുന്നു. മാസ്റ്റർ ഇഷിത പറഞ്ഞു. ദേവികയുടെ യാത്ര സ്വയം കണ്ടെത്തലിലൂടെയും ആന്തരിക പ്രസരിപ്പിൻ്റെ പിന്തുടരലിലൂടെയും ആയിരുന്നു. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ ആകർഷണം ഉള്ളിൽ ആരംഭിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. ഉള്ളിലെ വശീകരണത്തിന് വിഘാതമായ ശീലങ്ങളെ അനാവരണം ചെയ്യാൻ വ്യഗ്രതയോടെ രവി ദേവികയുടെ പാത വിഭാവനം ചെയ്തു. നിഷേധാത്മകതയുടെ കളകൾ. യഥാർത്ഥ ആകർഷണത്തെ തടസ്സപ്പെടുത്തുന്ന ആദ്യത്തെ ശീലം നിഷേധാത്മകത വളർത്തുന്നതാണ് ദേവിക ശ്രദ്ധിച്ചത്. മാസ്റ്റർ തുടർന്നു. കളകൾ പൂന്തോട്ടത്തെ ഞെരുക്കുന്നത് പോലെ നിഷേധാത്മകത ഉള്ളിലെ ചടുലതയെ ഞെരുക്കുന്നു. പോസിറ്റിവിറ്റി ആശ്ലേഷിക്കുന്നതാണ് ക്ഷണീയതയുടെ ആന്തരിക പൂന്തോട്ടം വളർത്തുന്നതിനുള്ള താക്കോലെന്ന് ദേവിക മനസ്സിലാക്കി. രവി നിഷേധാത്മകതയുടെ സ്വാധീനത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുകയും പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്തു. 2. ഗോസിപ്പിൻ്റെ കൊടുങ്കാറ്റ്. തൻ്റെ ഗ്രാമത്തിന് ചുറ്റും ഗോസിപ്പുകളുടെ കൊടുങ്കാറ്റ് വീശുന്നത് ദേവിക നിരീക്ഷിച്ചു. മാസ്റ്റർ ഇഷിത വിവരിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ ഗോസിപ്പ് ഒരാളുടെ പ്രഭാവലയത്തെ കളങ്കപ്പെടുത്തും. അലസമായ സംസാരത്തിൻ്റെ നിഴലുകളേക്കാൾ യഥാർത്ഥമായ ബന്ധങ്ങളുടെ സൂര്യപ്രകാശത്തിലാണ് യഥാർത്ഥ ആകർഷണം വളർന്നതെന്ന് മനസ്സിലാക്കി ദേവിക കൊടുങ്കാറ്റിന് പുറത്തു നിൽക്കാൻ തിരഞ്ഞെടുത്തു. ഗോസിപ്പിൻ്റെ വിനാശകരമായ സ്വഭാവത്തെക്കുറിച്ചും അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രവി ചിന്തിച്ചു. 3. സ്വയം വിമർശനത്തിൻ്റെ ഭാരം. അവളുടെ യാത്രയിൽ ദേവിക സ്വയം വിമർശനത്തിൻ്റെ കനത്ത ഭാരം നേരിട്ടു. മാസ്റ്റർ തുടർന്നു. സ്വയം നിരന്തരം ഇകഴ്ത്തുന്ന ശീലം ഉള്ളിലെ വെളിച്ചത്തെ മങ്ങിക്കുന്നു. സ്വയം അനുകമ്പയാണ് യഥാർത്ഥ ആകർഷണത്തിലേക്കുള്ള വഴി നയിക്കുന്ന വിളക്കെന്ന് ദേവിക മനസ്സിലാക്കി. ആന്തരിക പ്രഭയെ പരിപോഷിപ്പിക്കുന്നതിൽ സ്വയം കരുണയുടെ പ്രാധാന്യം രവി മനസ്സിലാക്കി. 4. താരതമ്യത്തിൻ്റെ മൂടൽമഞ്ഞ്. താരതമ്യത്തിൻ്റെ മൂടൽമഞ്ഞ് തൻ്റെ ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കുന്നത് ദേവിക ശ്രദ്ധിച്ചു. മാസ്റ്റർ ഇഷിത പങ്കുവച്ചു. സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് സ്വന്തം അദ്വിതീയതയുടെ വ്യക്തതയെ മറക്കുന്നു. ഓരോ വ്യക്തിയുടെയും വഴികൾ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളിലെ വ്യക്തിഗത സൗന്ദര്യത്തെ അഭിനന്ദിക്കാൻ ദേവിക തിരഞ്ഞെടുത്തു. താരതമ്യത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും വ്യക്തിത്വത്തെ ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രവി ചിന്തിച്ചു. 5. ഭൗതികവാദത്തിൻ്റെ ചങ്ങലകൾ. അവളുടെ അന്വേഷണത്തിൽ ദേവിക ഭൗതികവാദത്തിൻ്റെ ചങ്ങലകൾ നേരിട്ടു. മാസ്റ്റർ തുടർന്നു. വസ്തുക്കൾ ആകർഷണീയതയെ നിർവചിക്കുന്നു എന്ന വിശ്വാസം ഒരാളെ അനന്തമായ വേട്ടയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ആകർഷണം സ്വത്തുക്കളല്ല, ഹൃദയത്തിൻ്റെ സമൃദ്ധിയിലാണെന്ന് മനസ്സിലാക്കി ദേവിക ലാളിത്യം സ്വീകരിച്ചു. ലാളിത്യത്തിൻ്റെ വശീകരണവും അത് ആത്മാവിലേക്ക് കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യവും രവി പ്രതിഫലിപ്പിച്ചു. 6. അഹങ്കാരത്തിൻ്റെ നിഴൽ. തൻ്റെ ഗ്രാമത്തിൽ ഇരുട്ട് പരത്തുന്ന അഹങ്കാരത്തിൻ്റെ നിഴൽ ദേവിക നിരീക്ഷിച്ചു. മാസ്റ്റർ ഇഷിത വിവരിച്ചു. അഹങ്കാരം യഥാർത്ഥ ബന്ധത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നു. യഥാർത്ഥ എളിമയുടെ ഊഷ്മതയിലാണ് യഥാർത്ഥ ആകർഷണം കണ്ടെത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദേവിക വിനയത്തിൻ്റെ കൂട്ടുകാരിയെ തിരഞ്ഞെടുത്തു. ആധികാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വിനയത്തിൻ്റെ പ്രാധാന്യം രവി അംഗീകരിച്ചു. 7. അക്ഷമയുടെ കുത്തൊഴുക്ക്. അവളുടെ യാത്രയിൽ ദേവിക അക്ഷമയുടെ മണൽത്തിട്ടകൾ നാവിഗേറ്റ് ചെയ്തു. മാസ്റ്റർ തുടർന്നു. അക്ഷമ ജീവിതത്തിൻ്റെ സ്വാഭാവിക താളത്തെ തടസ്സപ്പെടുത്തുന്നു.
ആന്തരിക ആകർഷണം പോക്കുന്നത് തടയുന്നു. യഥാർത്ഥ ആകർഷണം അതിൻ്റെതായ സമയത്താണ് വികസിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദേവിക ക്ഷമയെ ഉൾക്കൊള്ളാൻ പഠിച്ചു. ആന്തരിക ആകർഷണം വളർത്തിയെടുക്കുന്നതിനും അത് തഴച്ചു വളരാൻ അനുവദിക്കുന്നതിനും ക്ഷമയുടെ ആവശ്യകത രവി ചിന്തിച്ചു. മാസ്റ്റർ ഈഷിത രവിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, രവി, യഥാർത്ഥ ആകർഷണം ആന്തരിക ഐക്യത്തിൻ്റെ നൃത്തമാണ്. നിഷേധാത്മകതയുടെ കളകൾ, ഗോസിപ്പുകളുടെ കൊടുങ്കാറ്റുകൾ, സ്വയം വിമർശനത്തിൻ്റെ ഭാരം, താരതമ്യത്തിൻ്റെ മൂടൽമഞ്ഞ്, ഭൗതികതയുടെ ചങ്ങലകൾ, അഹങ്കാരത്തിൻ്റെ നിഴൽ എന്നിവ ഒഴിവാക്കുക. അസഹിഷ്ണുത ഉള്ളിൽ തിളങ്ങുന്ന താമര വിരിയാൻ അനുവദിക്കുന്നു. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന യഥാർത്ഥ ആകർഷണം നിങ്ങൾ കണ്ടെത്തും. തൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ അനുരണനം അനുഭവിച്ച് രവി നന്ദിയോടെ തലകുനിച്ചു. ബോധിവൃക്ഷത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുമ്പോൾ യഥാർത്ഥ ആകർഷണം ഒരു ബാഹ്യമുഖമല്ല, മറിച്ച് ഉള്ളിലെ യോജിപ്പുള്ള ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണെന്ന ധാരണ അദ്ദേഹം തന്നോടൊപ്പം കൊണ്ടുപോയി. If you love to watch this video, you can like, share and subscribe.